വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ യോഹന്നാൻ സുവിശേഷം അധ്യായം 8 യേശു വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയോട് ക്ഷമിക്കുകയും ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നെന്ന് പ്രഖ്യാപിക്കുകയും തന്റെ ദൈവിക അധികാരത്തെക്കുറിച്ച് യഹൂദന്മാരോട് ശക്തമായി സംസാരിക്കുകയും ചെയ്യുന്നു. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ യേശുവിന്റെ മുമ്പിൽ കൊണ്ടുവന്നു. യേശു പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം കല്ലെറിയട്ടെ. എല്ലാവരും പോയി. യേശു അവളെ കുറ്റപ്പെടുത്താതെ വിടുതൽ നൽകി. വ്യഭിചാരിണി സ്ത്രീയെ കുറ്റപ്പെടുത്താതെ ക്ഷമിച്ചത് യേശുവിന്റെ കരുണയും ദൈവിക നീതിയും വ്യക്തമാക്കുന്നു. വിശ്വാസികൾക്കും മറ്റുള്ളവരെ കുറ്റപ്പെടുത്താതെ ക്ഷമിക്കാനുള്ള മനോഭാവം വേണം എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. യേശു വീണ്ടും അവരോട് പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്. എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല. അവന് ജീവന്റെ പ്രകാശമുണ്ടായിരിക്കും. 8-ാം അധ്യായം 12-ാം തിരുവചനം. യേശുവിൽ വിശ്വസിക്കുന്നവർ ഇരുളിൽ നടക്കാതെ ആത്മീയ വെളിച്ചത്തിൽ ജീവിക്കണം എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. യേശു തന്റെ സാക്ഷ്യം പിതാവിന്റെ സാക്ഷ്യത്തോടൊപ്പം സത്യമാണ് എന്ന് പറഞ്ഞു. യേശു പറഞ്ഞു, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. യേശുവിന്റെ വചനങ്ങൾ മനുഷ്യരെ ആത്മീയമായി സ്വതന്ത്രരാക്കുന്നു. പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് അവർക്ക് മോചനം ലഭിക്കുന്നു. യഹൂദന്മാർ അബ്രഹാമിന്റെ സന്തതിയാണെന്ന് അവകാശപ്പെട്ടു. യേശു പറഞ്ഞു, നിങ്ങൾ അബ്രഹാമിന്റെ പ്രവർത്തികൾ ചെയ്യുന്നില്ല. യഥാർത്ഥ അബ്രഹാമിന്റെ സന്തതി വിശ്വാസത്തിലൂടെയാണ്, രക്തബന്ധത്തിലൂടെ അല്ല എന്ന് അവരെ ഓർമ്മിപ്പിക്കുന്നു. യേശു പറഞ്ഞു, അബ്രഹാം ഉണ്ടായതിനു മുമ്പ് ഞാൻ ഉണ്ടായിരുന്നു. ഇത് കേട്ട് യഹൂദന്മാർ അവനെ കല്ലെറിയാൻ ശ്രമിച്ചു. അബ്രഹാം ഉണ്ടായിരുന്നതിന് മുമ്പ് ഞാൻ ഉണ്ടായിരുന്നു എന്ന വാക്കുകൾ യേശുവിന്റെ നിത്യസ്ഥിതിയും ദൈവികതയും തെളിയിക്കുന്നു. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിന്റെ അനന്തശക്തിയാൽ ആത്മാവിന്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.